ഹലോ ഗെയിമേഴ്സ്, വെൽക്കം ടു പാഴ്സൽ സിമുലേറ്റർ. നമ്മളിന്ന് പാഴ്സൽ ഇൻസ്പെക്ടറാണ് കേട്ടോ. പാഴ്സൽ എടുക്കുക, ഇൻസ്പെക്ട് ചെയ്യുക, അടുത്ത വഴി കയറ്റി വിടണം. അത് നമുക്ക് വേറൊരു ഗോളും കൂടെ ഉണ്ട്. ഒറ്റ മിസ്റ്റേക്ക് പോലും ആക്കാണ്ട് നമ്മുടെ ജോബ് നമ്മൾ കംപ്ലീറ്റ് ആക്കും. നമ്മുടെ താമസ സ്ഥലം കണ്ടെയ്നറിനകത്താണ്. നമ്മൾ കണ്ടെയ്നറിനകത്ത് പിന്നെ മിസ്റ്റേക്ക് വരാണ്ടിരിക്കാൻ വേണ്ടി പഠിക്കാനായിട്ട് നമുക്ക് സെപ്പറേറ്റ് ബുക്കൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. പാഴ്സൽ ഇൻസ്പെക്ഷൻ ഫോർ മൊറോൺസ്. എനിവേ, നമുക്ക് നേരെ ഓഫീസിലേക്ക് പോയേക്കാം. നമ്മുടെ ഓഫീസിലെത്തിയിരിക്കുന്നു. നമ്മുടെ വർക്ക് ടാബ്ലറ്റ്. ബോസ്മാൻ്റെ മെയിലൊക്കെ ഉണ്ട് കേട്ടോ. ആളുടെ പേര് കണ്ട, ബോസ്മാൻ, ബാറ്റ്മാൻ എന്നൊക്കെ പറയണത്. അപ്പോൾ നമ്മുടെ പരിപാടി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിവിടെ ഡെലിവറി വരും. നമ്മൾ ഇതിൽ നിന്ന് സാധനം എടുത്തിട്ട് ഇതിൻ്റെ എല്ലാം ചെക്ക് ചെയ്യണം, സ്റ്റിക്കർ ചെക്ക് ചെയ്യണം. അതാണ് നമ്മുടെ പരിപാടി. ഇതാണ് കാർഗോ ടൈപ്പ് എന്ന് പറയുന്നത്. ഇത് റെയിലാണ് ഉദ്ദേശിക്കുന്നത്. ഇത് കൺട്രിയുടെ പേര് ലിക്ബാൾ. ഇത് കൺട്രിയുടെ ഫ്ലാഗ്. പിന്നെ നമുക്ക് വേണ്ട സാധനം എല്ലാം നമ്മുടെ ടാബിനകത്ത് വരെ വന്നിട്ടുണ്ട്. കാർഗോ ടൈപ്പ് നമ്മളിവിടെ നോക്കണ്ട 4 ഐറ്റം. നമ്മൾ കണ്ട ട്രെയിൻ കണ്ട 4 ടൈപ്പ് കാർഗോ. ഇന്ന് മൺഡേ അല്ലേ? മൺഡേ ആയതുകൊണ്ട് ഇതാണ് മൺഡേയിലത്തെ ഡെലിവറീസ്. നമുക്കിന്ന് റോഡ് റെയിൽ മാത്രമേ ഉള്ളൂ, അത് നോക്കണം. പിന്നെ കൺട്രി നോക്കാൻ എടുക്കണം. കൺട്രിയുടെ ലിസ്റ്റും ഫ്ലാഗിൻ്റെ ലിസ്റ്റും. ഇതാണ് നമ്മൾ ഇന്ന് കണ്ട കൺട്രി അല്ലേ, ലിക്ബാൾ ഫ്ലാഗ്. ഇത് അപ്പോൾ അത് ചെക്ക് ചെയ്യണം. ഓക്കെ, എല്ലാം കറക്റ്റാണ്, എല്ലാം സെറ്റായതുകൊണ്ട് ഇത് മെഷീൻ ടിക്കറ്റ് അപ്രൂവൽ പ്രിൻറ്റ് ചെയ്യാം. അപ്രൂവൽ പ്രിൻറ്റ് ചെയ്തു, ആ സ്റ്റിക്കർ ഒട്ടിച്ചു, നേരെ പോകുന്നു. ഇതാണ് കേട്ടോ നമ്മളിടുന്ന സ്ഥലം. അപ്രൂവലായ സാധനമൊക്കെ ഇതിനകത്ത് നമുക്ക് റോഡ് വഴിയുണ്ട്, റെയിൽ വഴിയുണ്ട്. സബ്മിറ്റ് കൊടുക്കാം. സെറ്റ്. 21 രൂപ കിട്ടി. ഇതാണ് നമ്മുടെ പരിപാടി. ഇതിനകത്ത് നമ്മൾ മിസ്റ്റേക്ക് ആക്കില്ല. അതാണ് നമ്മുടെ ഇന്നത്തെ ഗോള്. മിസ്റ്റേക്ക് ആക്കാണ്ട് പരമാവധി സെറ്റപ്പിൽ സാധനം ചെയ്തെടുക്കണം. അത് പറ്റിയിട്ടാണ് കാണിച്ചു തരാം. അവിടെ തന്നെ പോവാം. ദിസ് ഈസ് റാങ്, ദിസ് ഈസ് വെരി വെരി റാങ്. ശവപ്പെട്ടിയാണ്, ശവപ്പെട്ടി. അങ്ങനൊരു സർവീസ് നമുക്കില്ല. നമുക്ക് ആകെ ഇത്രയല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മളത് റിജക്റ്റ് ചെയ്യും. പ്രിൻ്റ് എന്താണ്, ഡിനൈൽ പ്രിൻ്റ് ചെയ്യണം. അവനെ എടുത്ത് നേരെ കൊണ്ടാണ് ജമ്പ് ചെയ്ത് കേട്ടോ. നമുക്ക് എത്തിയില്ല. ഡാവിളാണ്ട് മൂഞ്ചിന്ന് ഓടാ. അടുത്ത $21 ഉണ്ടാക്കുന്നു. കണ്ടിന്യൂ ചെയ്യണം. നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഒരെണ്ണം തീർന്നതിന് മുന്നേ അവരടുത്ത സാധനം കൊണ്ട് നമുക്ക് തന്നിരിക്കും. ഇത് പ്രീ അപ്രൂവ്ഡ്. ഇതിനകത്ത് എല്ലാം ഓക്കെയാണ്. നമ്മൾ ഇതിനകത്ത് നോക്കാനുള്ളത് കാർഗോ ടൈപ്പ് നോക്കണം. എൻ്റെ ട്രെയിൻ കൊടുത്തേക്കണേ. കാർഗോ ടൈപ്പ് നോക്കി നമുക്ക് കൊണ്ടിടാം. ഇതൊക്കെ ഇവനെ ഇടുന്നു. ഇനിയിപ്പോൾ നമ്മളോട് കുറച്ച് സാധനം മേടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഡസ്ട്രിയൽ സ്കെയില്. നമുക്ക് ഷോപ്പിൽ കയറിയിട്ട് സ്കെയില് മേടിക്കണം. ബാസ്ക്കറ്റിലാക്കുന്നു. 2 അത് 2 പ്രാവശ്യം നിൽക്കില്ലേ? ഓക്കെ നമ്മളത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് സാധനം എടുക്കണം. ഇവിടെയാണ് സാധനം എല്ലാം വരുന്നത്. നമ്മൾ കടയിലോട്ട് മേടിക്കുന്ന ഐറ്റം എല്ലാം ഈ ട്രക്കിലായിരുന്നു. നമ്മൾ ട്രക്കില്ലേ, നമ്മുടെ വീടിൻ്റെ അടുത്തത്തെ. അപ്പോൾ നമ്മുടെ വാതിലൊക്കെ തുറന്നെടുക്കുക. അല്ല, കള്ളന്മാർ വന്ന് കയറിയല്ല, അടച്ചിടക്കട്ടെ. തലയിടിച്ച് നമ്മൾ സ്കെയിൽ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇൻഡസ്ട്രിയൽ സ്കെയിൽ, വെയിറ്റ് നോക്കാനുള്ള സാധനം. നമുക്ക് ഇതിനെ നോക്കണമെങ്കിൽ നമുക്ക് ലൈസൻസും കൂടെ വേണം. വണ്ടി ഓടിക്കാൻ ലൈസൻസ് പോലെ ഇതിന് ലൈസൻസ് ഉണ്ട്. മെയിലൊക്കെ വരെ കിടപ്പുണ്ട്, അത് നോക്കണ്ട. ലൈസൻസ് എടുക്കണം. ലൈസൻസ് എടുക്കണമെങ്കിൽ $300. വീണ്ടും പണിയെടുക്കണം വെച്ചാൽ. അപ്പോൾ കുറച്ചുകൂടെ പാഴ്സൽസ് കംപ്ലീറ്റ് ആക്കാം. പോർട്ട് ഫ്ലാഗ് ഇതല്ലല്ലോ ഓരോന്ന്, അത് തെറ്റിപ്പോയി. അപ്പോൾ നമ്മൾ നേരെ ഡിനൈൽ അടിക്കണോ, ഇവനെ അങ്ങ് എടുക്കണം. ഏതോ കൂടിപ്പോയി, പവറായി പോയി. നമുക്ക് അതിനുള്ള പൈസ ആയിട്ടാ നമുക്ക് ലൈസൻസ് എടുത്തേക്കാം. ലൈസൻസ് കിട്ടി. എല്ലാവരും ആഹ്ലാദിപ്പിൻ. നാളെ നമുക്ക് സ്കെയിലയിൽ വെച്ചിട്ട് വെയിറ്റ് നോക്കാനുള്ള ഐറ്റം വരും കേട്ടോ. ഉത്തരവാദിത്തമുള്ള എംപ്ലോയിയാണ്. വാതിലൊക്കെ അടച്ചിട്ട് പോകാം. അടയ്ക്കാൻ പറ്റുമോ? ഇല്ല, അത് അടയ്ക്കാൻ പറ്റില്ല. സേഫ്റ്റി ഫസ്റ്റ്. ലിഫ്റ്റ് വിത്ത് യുവർ ലെഗ്സ്, നോട്ട് യുവർ ബാക്ക്. നടുകൊണ്ട് പൊക്കല്, കാലുകൊണ്ട് പൊക്കൽ. ഡേ കംപ്ലീറ്റ് ആയിട്ടാ. നമ്മൾ 2065 ഫ്യൂച്ചറിലാണ്. 40 വർഷം മുമ്പിലാണ്. അടുത്ത ദിവസമായിട്ടാ, ചൊവ്വാഴ്ച. ബാക്കി പണി തുടങ്ങിയേക്കാം. വേസ്റ്റ് ഉണ്ടല്ലോ. ഇത് കൊണ്ട് കളയുമ്പോൾ നമുക്ക് പൈസ ഉണ്ട് കേട്ടോ. ഇപ്പം എങ്ങനെ ഇരിക്കണ്? പോണ് ഒരു മര്യാദ വേണ്ടടി. നീനകത്ത് കയറ്റി വെച്ചിട്ട് വിടാം. ഓക്കെ, $2 അകത്തിരി. ഇവനെ ഡ്രോപ്പ് ചെയ്താലോ? ഏതാ കറക്റ്റ്? ഏതെന്നെ ബോംബാണോ അങ്ങനെ പൊട്ടാൻ വേണ്ടിയിട്ട്? നമ്മൾ ഡെലിവറി ട്രക്കിൻ്റെ ഇതുണ്ടോ, ഈ ഷട്ടർ ഓപ്പൺ ചെയ്താലേ ഡേ സ്റ്റാർട്ട് ചെയ്യുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ അങ്ങനെ 9 മണിയെ തന്നെ നിൽക്കും. നമുക്ക് ചെയ്ത് തീർക്കാനുള്ള പരിപാടിയൊക്കെ ചെയ്ത് തീർത്തിട്ട് കൊടുത്താൽ മതി. ബില്ല് വന്നിട്ടുണ്ട്, KSEB ബില്ല് വന്നിട്ടുണ്ട് നമ്മുടെ ഏട്ടാ. $36. താമസിച്ച് കൊടുത്താൽ ലേറ്റ് റീപേയ്മെൻറ്റ് ചാർജ്. ഒരു ദിവസം 15% എക്സ്ട്രാ. കറക്റ്റ് ബില്ലൊക്കെ നോക്കി കൊടുത്തേക്കാം. അവരൊന്ന് ഫീസ് എങ്ങനെ ഊരിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഫാനില്ലാണ്ടിരിക്കേണ്ടി വരും. ഇതേ മൈനസ്. നമ്മുടെ ഇല്ലായിരുന്നല്ലേ കൊടുക്കാൻ പൈസ, -20. പിന്നെ മൂഞ്ചില്ലേ.
ഇന്ന് നമ്മുടെ ചൊവ്വാഴ്ച കേട്ടാ. ചൊവ്വാഴ്ച നമുക്കിത് 3 ഓർഡറാണുള്ളത്. ഇപ്പോൾ പരിപാടി തുടങ്ങിയേക്കാം. നേരെ പോകണം, ഐശ്വര്യമായിട്ട് ഡോറ് ഞെക്കി വിട്ടേക്കാം. ഓപ്പൺ സെം സെം. വലിയ വെട്ടിയാണല്ലോ വന്നേക്കണ്. ഇത് കണ്ടോ ഇതണ്ട സീ എടുത്തേക്കണണ്ട. ഇതാണ്ട നമ്മുടെ വെയിറ്റിൻ്റെ സാധനം. നമുക്ക് ക്ലാസ്സെ കൊണ്ട് വെച്ചിട്ട് നമുക്ക് ബാക്കി നോക്കാം. സി ക്ലാസ് വെയിറ്റ് ഡ്രോപ്പ് ചെയ്യണോ? ഓക്കെ, ഇൻട്രാക്ട്. ഇതണ്ട ഇത് ഓരോ ക്ലാസ്. നമുക്കിപ്പോൾ സി അല്ലേ, 15 കിലോ താഴെ. 8 കിലോ ഉള്ളൂ. അപ്പോൾ കറക്റ്റാണ്. വെയിറ്റ് ചെക്കിങ് പാസ്സായിടാ. കൺഗ്രാജുലേഷൻസ്, യു ആർ നോട്ട് എ തടിയൻ. റോഡ് ആൻഡ് റെയിൽ. ഓക്കെ, നമുക്കിന്ന് റോഡ് റെയിലും മാരിറ്റ് ചെയ്യാം. 3 ഉണ്ട്. ഇനി ഫ്ലാഗ് ഈ ആറ്റ് ഡാൻസ് ചെയ്യാം. ഓക്കെ, സോ യു ആർ അപ്രൂവ്ഡ് മൈ ബോയ്. നിനക്ക് എഴുവാം. ഇനിയിപ്പം നമ്മളിങ്ങനെ വെയിറ്റ് നോക്കണം. അപ്പം നമുക്ക് മിസ്റ്റേക്ക് ഉണ്ടാക്കാനുള്ള അവസരങ്ങൾ കൂടിക്കൂടി വരുവാണ്. വെയിറ്റ് നോക്കണം, ബാക്കി ഫ്ലാഗ് നോക്കണം, കൺട്രി നോക്കണം, നെയിം നോക്കണം, എല്ലാമേ നോക്കണം. ഇത് ഈ ക്ലാസ്, ഇത് ഇൻട്രാക്ട് നോക്കട്ടെ. ഇത് കറക്റ്റ് പൊസിഷനിങ് ആണ് കേട്ടോ. നമുക്കിവിടെ ഒന്ന് വട്ടം കറങ്ങി എല്ലാം ചെയ്യാം. നമ്മൾ -20 കിടക്കണം. ഇപ്പോഴും നമുക്ക് ബാലൻസ് പ്ലസ് ആക്കേണ്ടത്. അയ്യോ, വെയിറ്റ് കണ്ടില്ല ചാവരെ. 1 കിലോ. പിന്നെ എന്തിനാണ് ഈ ക്ലോത്തേക്കണേ? ഈ ഒക്കെ കണ്ട, ഈ 30 കിലോ ആണ്. 30 കിലോയുടെ സാധനമാണ് അവത്തേൽ ഒട്ടിച്ച് വെച്ചേക്കണ വെച്ചമാര്. ഫ്ലാഗ് ജൊണാത്തി അല്ലേ, നമുക്കിവിടെ കറക്കി നോക്കാം. ജൊണാത്തിയ. ഓക്കെ, യു ആർ ഓൾസോ അപ്രൂവ്ഡ് മൈ ബോയ്. നീ ഇതിനകത്ത് ഒരു സമയത്ത് ഓരോന്നേ പിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടിട്ട് ഓരോന്നായിട്ട് കൊണ്ടുപോകണം. ഇവിടെ നിന്ന് ഇതങ്ങ് നോക്കുവാണെങ്കിലേ, ഇവിടെ നിന്ന് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ആ സെറ്റപ്പിലങ്ങ് ഇപ്പോൾ വെയിറ്റ് നോക്കാൻ നിൽക്കണ്ടല്ലോ. കാരണം വെയിറ്റ് നോക്കാൻ നിൽപ്പാണ് നമ്മുടെ സമയം പോകണം. അത് സെറ്റാണ്. യു ആർ ഓൾസോ അപ്രൂവ്ഡ് മൈ ബോയ്. നല്ല അപ്രൂവലാണല്ലോ. നമ്മൾ ഇവിടെ സാധനം കൊണ്ട് വെക്കണതിന് മുന്നേ അമ്മമാരെ അടുത്ത സാധനം കൊണ്ടുവന്നു കേട്ടോ. അല്ല, നമ്മൾ ഇത് അൺലോഡ് ചെയ്താൽ മതി. അൺലോഡ് ചെയ്യണം. ഇവിടെ ഒരു സാധനം എടുത്തുകൊണ്ട് വരും അടുത്തത്. ഇന്ന് ഇവിടെ കിടാ ഉണ്ട്. ഇവൻ തെറ്റാണ്. മെയിലേലും മെയിലിൻ്റെ പടം ഉണ്ട്. അവരടച്ച് ഇത് അടുത്ത ലോഡും കൊണ്ടുവന്നു. എന്ത് ഫാസ്റ്റാടേ. മറ്റേ ആമസോണിൻ്റെ സെയിം ഡേ ഡെലിവറിയാണ് അവർ. നമുക്കിട്ട് പണി തരാൻ, അല്ലാണ്ട് വേറൊന്നുമില്ല. ഉണ്ട് നമുക്ക് ഷോപ്പിൽ കൺവേയേഴ്സ് ഉണ്ട് കേട്ടോ. ഇതുണ്ട എല്ലാ ഡോറിലോട്ടും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് ചുമന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടണ്ടായിരുന്നു. പക്ഷെ അത് സെറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ കുറച്ച് പൈസ ഉണ്ടാക്കണം. ആദ്യം കിടന്ന് പട്ടിപ്പണി എടുത്ത് കഴിഞ്ഞാലേ ആ സാധനം മേടിക്കാനുള്ള പൈസ ആവുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ പട്ടിപ്പണി എടുത്താലേ അടുത്ത സാധനം മേടിക്കാൻ പൈസ ആവുള്ളൂ. അങ്ങനെ പട്ടിപ്പണി എടുത്ത് ലാസ്റ്റ് നമ്മൾ പട്ടിയായി മാറും. നമ്മുടെ ഒരു ഡേയും കൂടെ കഴിഞ്ഞു കേട്ടോ. ബുധനാഴ്ച. നമുക്കിന്ന് ഇച്ചിരി സാധനങ്ങൾ, ഇന്ന് നമുക്ക് സീരിയലിൻ്റെ മെഷീൻ മേടിക്കാണ്ടത് തന്നെ അല്ലേ. നമുക്കിന്നേ പുതിയ എയർ ടൈപ്പ് കാർഗോ ടൈപ്പ് കിട്ടും. വേസ്റ്റ് കളഞ്ഞിട്ട് പോയേക്കാം. വേണ്ട, രാവിലെ വെട്ടിച്ച് അവതരിച്ച് കളയണില്ല, വഴി കിടന്നല്ല. അവർ പറയണ നമുക്ക് എയർ കാർഗോ ടൈപ്പ് അടുത്ത സാധനം മേടിക്കണം. അത് മേടിക്കാനായിട്ട് $700, $658. അപ്പം നമുക്ക് 2-3 ഡെലിവറി കൂടെ ചെയ്യാം. അന്നേരം നമുക്ക് അതിനുള്ള ഫണ്ടാവും. അതിനകത്ത് വല്ലതും കിടപ്പുണ്ടോ? ഇല്ല, നമ്മളെല്ലാം സബ്മിറ്റ് കൊടുത്തിട്ട് പോയല്ലേ. ഓക്കെ, രാവിലെ പരിപാടി തുടങ്ങിയേക്കാം. അതെല്ലാം കറക്റ്റാണ്. ഓക്കെ, ജൊനാത്തിയ ഫ്ലാഗ് കറക്റ്റാണ്, എല്ലാം കറക്റ്റാണ്. റെയിൽ നമുക്കൊന്ന് നോക്കണ്ടായിരുന്നു, നോക്കിയില്ലല്ലോ. ഇന്നത്തെ ദിവസം ബുധനാഴ്ച എന്ന് പറയുമ്പോൾ കാർഗോ ടൈപ്പ്, റോഡ്, റെയിൽ, എയർ നമുക്ക് എടുക്കണമെന്ന്. അപ്പോൾ അത് കഴിഞ്ഞിട്ടേ നടപടിയുള്ളൂ. നമുക്കിപ്പോൾ വെയിറ്റ് നോക്കാം. വെയിറ്റ് കറക്റ്റാണ്. ഇതൊക്കെ യു ആർ അപ്രൂവ്ഡ്. ഇത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇത് $21 ഉള്ളൂ. നമുക്ക് ഒരെണ്ണം കൂടെ എടുത്തിട്ട് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. ഓക്കെ, $700 അതാണ് നമ്മുടെ ടാർഗറ്റ്. ഓക്കെ, 720. അപ്പോൾ നമ്മുടെ കട വലുതാക്കാൻ പോവാണ്. ലെറ്റ്സ് ഗോ ബോയ്സ്. ഇതിന് ഷട്ടർ താത്തിയ പോലെയാണല്ലോ കട വലുതാവണേ. കാർഗോ ടൈപ്പ് കിട്ടിയിട്ടാ. അടുത്ത കാർഗോ ടൈപ്പ് നമുക്കിനി മുതൽ എയർ പാഴ്സൽസ് ഉണ്ട്. ഓക്കെ, കൺവെയർ മേടിക്കാൻ അവർ പറയുന്നുണ്ട്. കൺവെയർ $100. അപ്പോൾ വീണ്ടും പണിയെടുക്കണം. പണിയെടുക്കുന്നു, രാജാവാകുന്നില്ല. പൈസയുടെ അടുത്ത കാർഗോ ടൈപ്പ് വന്നാ ഇല്ല. ഇത് മറ്റേതാണ്. ഇത് ഫ്ലാഗ് കറക്റ്റാ നേരത്തെ കണ്ടിട്ടുണ്ട്. സോ അപ്രൂവല്ല. വെയിറ്റ് നോക്കണ്ടേ. വെയിറ്റ് നോക്കണ കാര്യം മറന്നുകൊണ്ട് വെച്ചാൽ വരാൻ തുടങ്ങണം. അതായത് സി ക്ലാസ് നോക്കട്ടെ. സി ക്ലാസ്. ഓക്കെ, സി ക്ലാസ് എത്ര? 15 അല്ലേ. ഇത് കറക്റ്റാണ്. നമ്മുടെ ഫസ്റ്റ് എയർ കാർഗോ ആണ്. നേരെ അങ്ങ് പോരട്ടെ. വെയിറ്റ് നോക്കാൻ മറന്നു. സി ക്ലാസ് 15 കിലോ. കുറച്ച് 15. ഫസ്റ്റ് എയർ കാർഗോ മിസ്സാകില്ല. കിട്ടി.
കൺട്രിയൊക്കെ നോക്കിയാൽ എല്ലാം പ്രൂണിയല്ലേ ഇത്? പ്രൂണിയ ഏതാ വെച്ചാ പറയണ നമ്മൾ പ്രോ ആയിട്ടാ? വെറുതെ ആണ് പ്രോ ഗെയിമർ എന്ന് പേരിട്ടെ. അയ്യോ, അതിനകത്തോണ്ടിട്ടാ മൂഞ്ചി മഞ്ഞ് അതിന് കണ്ടില്ല, ഞാനങ്ങോട്ട് പോയില്ല കേട്ടോ. നമ്മൾ നേരെ ഇങ്ങോട്ട് വന്നേ. വെറുതെ ആണ് പ്രോ ക്രൈമർ പറയാൻ പോലും പറ്റില്ല. ഓക്കെ, റെഡി, എല്ലാം നോക്കിയിട്ടിടാം. അപ്പോൾ നമുക്ക് ഇന്ന് കട അടച്ചേക്കാം. ഇന്ന് കട അടച്ചിട്ട് ലെറ്റ്സ് ഗോ. ടിങ്, ചാടി പോകണം. വ്യാഴാഴ്ച കേട്ടോ, 4ാമത്തെ ദിവസമാണ് പണിക്ക് കയറുന്നത്. അൺലോക്ക് കാർഗോ ടൈപ്പ് പെനാൽറ്റിയോ അത് തെറ്റിപ്പോയി കിട്ടുമെന്ന്. ടിങ്, എക്സ്പാൻഷൻ, ബില്ല്, ബാച്ചസ്. ഇതാണ് കേട്ടോ ബാച്ചസ്, ബോണസ് ഇൻകം. 8 ആയിട്ട് വിടുവാണെങ്കിൽ 8 ആക്കി വിടണം. ശ്രദ്ധിച്ച് വിട്ടില്ലെങ്കിൽ അടുത്ത വള്ളി കിട്ടും. എന്നാൽ റോഡ് ഉണ്ടെങ്കിലും മാത്രമേ ഉള്ളൂ. ഇത് നമുക്ക് കൺവെയർ മേടിക്കുകയും ചെയ്യണം. $339 കിട്ടും. 3 മേടിക്കാം. കൺവെയർ ഷോപ്പ്, ഇത് 3. 4 മേടിക്കാൻ സമ്മതിക്കില്ല കേട്ടോ, എക്സ്ട്രാ പൈസ ചാർജ്. ഇതാണ് സെയിം ഡേ ഡെലിവറി. ഞാൻ പറഞ്ഞില്ലേ, ഇമാരെ ആമസോണിൻ്റെ ആൾക്കാരാ സെയിം ഡേ ഡെലിവറി. ഇവിടെ വന്ന് അടുത്ത പണി വന്നിട്ടാ. സീരിയൽ നമ്പർ കീപാഡ് തീരുമ്പോൾ പണി തരാൻ വേണ്ടി ഇരിക്കുക. ഹരിശേഷവൻ പറഞ്ഞാലേ. ഇവിടെ അപ്പുറം എത്തിക്കാൻ പറ്റൂ. അവിടെ ഇത് പറഞ്ഞാൽ നല്ല ദൂരം പോയല്ലോ. ഇങ്ങനെ എറിയാൻ പറ്റുമായിരുന്നു, നല്ലതായിരുന്നു അല്ലേ. സാധനം എത്തിയിട്ടോ. ഇതാണ് നമ്മുടെ കൺവെയർ. ഓക്കെ, പിക്കപ്പ് മൈ ബോയ്. നമുക്ക് പിന്നെ ഇവിടെ വെക്കാം. ഇവിടെ വെച്ചിട്ട് ഫ്ലിപ്പ് ചെയ്യണം അങ്ങോട്ട് ഡയറക്ഷൻ. അതാണ് നമുക്ക് ഇത് വേണ്ടല്ലോ. എന്താണ്? പകുതി വഴി കൊണ്ടുവന്നാൽ മതിയല്ലോ. അവിടെ ഇരിക്കട്ടെ. ഓക്കെ, അതൊക്കെ നീ വേടാ. ഓപ്പൺ മാൻ പിക്കപ്പ്. ഒരെണ്ണം ഡയറക്ഷൻ ഫ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഓർഡറായിട്ട് വന്നോളൂ കേട്ടോ. കൂടെ ചേർത്ത് വെക്കണം കൂടെ. ഇത് 3 ഒക്കെ. 3 നഷ്ടമാണല്ലേ. നമുക്കൊരു 5, 6, 8, 9 വേണം. പണിയാ. നമുക്ക് സീരിയൽ നമ്പറിൻ്റെ കൂടെ ലൈസൻസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് അതും കൂടെ നോക്കി തുടങ്ങാം. ഇന്നത്തെ ദിവസം വെള്ളിയാഴ്ചയായി. ഇന്ന് റോഡ്, റെയിൽ ആൻഡ് എയർ. ഇത് അടുത്ത പണി 567 274 080. ഇനിയിപ്പോൾ അതും കൂടെ നമ്മൾ നോക്കണം. ഓക്കെ, ഇവിടെ എല്ലാം കറക്റ്റല്ലേ? മോളൻ്റെ ഫ്ലാഗ് കറക്റ്റാണ്. മിസ്റ്റേക്ക് ആക്കാണ്ട് നമുക്ക് നല്ല പണിയാണ് കേട്ടോ. നല്ലോണം ശ്രദ്ധിക്കണം. 5, 10, 15. തെറ്റടായി. നമുക്കത് നോക്കാം. സീരിയൽ നമ്പർ നോക്കാം. 567 274 080. വാലിഡ്. അത് കറക്റ്റായിരുന്നു. പക്ഷേ എങ്കിൽ വെയിറ്റ് തെറ്റിപ്പോയി. സമ്മീട ആദ്യം പറഞ്ഞ പോലെ ഈ റാങ്. കൺവെയറിൻ്റെ എണ്ണം കൂട്ടാട്ടാ. ഇനി അവർ സ്കാനർ കൺവെയർ വെയിറ്റിൻ്റെ കാര്യം പറയുന്നുണ്ട്. നമുക്ക് അത് മാറ്റാം. അതാക്കണതിന് മുന്നേ ഈ കൺവെയർ ആക്കണം. ഏതാണ്? ഒരു 2-3 എക്സ്ട്രാ കൂടെ വെക്കുകയാണെങ്കിൽ അവിടെ വരെ നടക്കണ്ടല്ലോ. മോളൻ്റാണ്. ഓക്കെ, അതെല്ലാം കറക്റ്റാണ്. വെയിറ്റ് ക്ലാസ് B. ഇത് വർക്കിംഗ് ആണ്. നമുക്ക് സ്കാനറും കൂടെ കൂടുമ്പോൾ പൈസ കൂടുതൽ കിട്ടുമായിരിക്കും അല്ലേ? ഇതും കൂടെ ചെയ്യുമ്പോൾ, സീരിയൽ സ്കാനിങ് കൂടെ ചെയ്യുമ്പോൾ. മറ്റേത് ഒരെണ്ണത്തിന് $21 ആയിരുന്നു കേട്ടോ ആദ്യം. നമുക്കത് ഒരെണ്ണം ഒറ്റയ്ക്ക് കയറ്റി വിട്ട് നോക്കാം, അന്നേരം അറിയാലോ. ഇതും തെറ്റടാവേ. ദിസ് ഈസ് ഓൾസോ റോങ്. വെയിറ്റ് തെറ്റിപ്പോയല്ലോ. നോക്കട്ടെ, നമുക്ക് ആ റേറ്റ് കൂടി കാണുമല്ലോ. ഒരെണ്ണത്തിന് എത്ര കിട്ടണമെന്ന് നോക്കാം. ഇത് എഴുതിയിട്ടുണ്ട് ഒരെണ്ണത്തിന് എത്രയാണ്. കറണ്ട് പാഴ്സൽ വാല്യൂ $74 കേട്ടോ. അപ്പോൾ നമ്മൾ കൂടുതൽ നോക്കണേൻ്റെ അതിൻ്റെ ഗുണം നമുക്കുണ്ട്. ടോട്ടൽ കാണത്തൂല്ലേ? ടോട്ടൽ കണ്ട 69. ഞാൻ തന്നെ അകത്തോട്ടിടാം. അതായതോ നമുക്കിനി എന്തൊക്കെയോ ഓട്ടോമേഷൻ ആക്കാൻ പറ്റണം നോക്കട്ടെ. ഓട്ടോമേഷൻ കൺവെയർ ആക്കാം. ഫുൾ അങ്ങോട്ടും കൂടെ കൺവെയർ ആക്കി ഇടാം. പിന്നെ സ്കാനർ വെയിറ്റിൻ്റെ കാര്യം അവർ പറയുന്നുണ്ട്. സ്കാനർ കൺവെയർ വെയിറ്റ് നോക്കണേ. $1500. അതും ആക്കണം. റിക്വയർസ് വെയർ ഹൗസ് ടയർ 2. അപ്പോൾ നമ്മൾ അടുത്ത ലക്ഷ്യം അതാണ് കേട്ടോ. നമുക്ക് വെയിറ്റ് നോക്കാനുള്ള സാധനം ആക്കണം. ഗുഡ് മോർണിംഗ് കേട്ടോ. ഞായറാഴ്ചയൊക്കെ പണിയാണ്. ഞായറാഴ്ചയൊക്കെ പണിക്ക് കയറിയേക്കാണ്. ഇത് കണ്ട എങ്ങനെയുണ്ട്? ഒന്നും ഇരുന്നില്ല. നിറച്ച സാധനമാണ്. ഒന്നും വിടാൻ പറ്റില്ല. ഇത് കുഴപ്പമില്ല കേട്ടോ. ഇത് നമുക്ക് കയറ്റി വിടാം. തെറ്റണായിട്ട് ബാക്കി ഫില്ലായിട്ടിരിക്കണതാണ്. നമുക്കൊരു വലിയ മണ്ടത്തരം പറ്റിയെന്നല്ല, അത് ആ സെറ്റപ്പിൽ ഓടുള്ളൂ.
ഓ നമ്മൾ മൂഞ്ചിടാ, നമുക്ക് ഫെയിലായടാ, ഫെയിലായടാ. എന്നാൽ പോയി വൺ, നമ്മുടെ ആക്യുറസി 98, 88. മൂഞ്ചി മൂഞ്ചി പോയി, ഒന്ന് പോയി. ഇനി കുഴപ്പമില്ല, ഇപ്പം എന്തോരം പോയാലും കുഴപ്പമില്ല അല്ലേ. നമുക്ക് പറ്റിപ്പോയെന്നാന്ന് വെച്ചാലേ കാർഗോ ടൈപ്പ് ഉണ്ട, നമ്മൾ ഇത് വെള്ളിയാഴ്ച സ്റ്റോക്ക് ചെയ്ത സാധനമൊക്കെ വെള്ളിയാഴ്ച അന്ന് ഇതിനകത്ത് കുറച്ച് ഇട്ടിട്ട് പോയായിരുന്നില്ല. അതിനകത്ത് റെയിൽ വിട്ടിട്ടുണ്ട്. റെയിലിൻ്റെ സാധനവും വെള്ളിയാഴ്ച കയറ്റി വിട്ടു. ഇന്നലെ ശനിയാഴ്ച ഇത് മാത്രമേ ഉള്ളൂ, റോഡ് മാത്രമേ ഉള്ളൂ. ഇന്ന് റോഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ഇനി സബ്മിറ്റ് കൊടുക്കാൻ പറ്റില്ല. സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത വർഷം അടിക്കും. കാരണം വെള്ളിയാഴ്ച റെയിലിൻ്റെ ഇതിനകത്ത് ഇട്ടേക്കുന്നത് സബ്മിറ്റ് കൊടുക്കാണ്ട് കിടപ്പുണ്ട്. അപ്പോൾ ഇന്ന് സബ്മിറ്റ് അടിച്ചാൽ അത് മുഞ്ചിപ്പോവും. ഇന്ന് നിറച്ച് സാധനം ഉണ്ടോ, ഒരു ലോഡ് സാധനമുണ്ട്. അത് കണ്ടപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർത്തേ. നമുക്ക് ഈ സാധനം അടുക്കി വെക്കാൻ പറ്റുമോ നോക്കാം. മേളിലോട്ടേ പറ്റാത്ര അടുക്കാൻ പറ്റുമോ നോക്കാം. ഇതാണ്ടോ നമ്മുടെ സ്റ്റോറേജ് റാക്ക്. ഇതെല്ലാം എയർപ്ലെയിനിൽ പോകേണ്ട കാർഗോയാണ്. ഇനിയിപ്പോൾ എയർപ്ലെയിൻ എന്താണുള്ളത്? എയർപ്ലെയിൻ ഇനി ബുധനാഴ്ചയുള്ളൂ. അവിടെ 415 രൂപയുണ്ട്. നമുക്ക് മൊത്തം എടുത്തേക്കാം. മൊത്തം എടുത്തിട്ട് നമുക്ക് ഇതിനെ വേണ്ട അടുക്കി വെക്കാം. അതുപോലെ വേറൊരു കാര്യം കൂടെ നോക്കണ്ട വെച്ചാൽ, നമുക്കിതിൻ്റെ വെയിറ്റ് 2 വെച്ച് കഴിഞ്ഞാൽ ഒരു വെയിറ്റ് എന്നാ കാണിക്കണമെന്ന് നോക്കണം. ഇതിപ്പോൾ എത്രയുണ്ട്? മറ്റേതിങ്ങനെ പുറത്തോട്ട് എടുത്ത് വെച്ചേക്കാം. എല്ലാം കൂടെ അടുക്കി വെക്കാം. എന്നിട്ട് നമുക്ക് വലിയ കട്ട ഉണ്ടാക്കാം. മറ്റേതാണ് എന്താണ് ടെട്രിസ് അല്ലല്ലോ, അതിലിങ്ങനെ മണ്ടലിട്ടിട്ട് അടുക്കി വെച്ചിട്ട് അടിക്കുന്നൊരു ഓരോന്ന് എടുത്തിട്ട് മൊത്തം താഴെ വീഴുന്ന ഒരു അടിയില്ലേ, ആ സാധനമൊക്കെ. ഇതിപ്പം 8.97. നമ്മൾ വേറെ ഒരെണ്ണം കൂടെ അതിന് മണ്ട വെക്കാൻ പോവാണ്. ഓക്കെ, അത് പക്ക ഷേപ്പിൽ അടുക്കിയില്ലേ, അപ്പോൾ നമുക്ക് അടുക്കി വെക്കാൻ പറ്റും. ഇവിടെ കുറച്ചെണ്ണം ഞാനങ്ങനെ കൂട്ടിയിട്ടപ്പം മെനക്കായിട്ടുണ്ട്. അപ്പോൾ വെച്ച് നോക്കാം. ഓർഡർ കയറുന്ന ഇത് വെയിറ്റ് മറ്റേ താഴത്തെ 8.97. ഇതിപ്പോൾ 2 വെച്ചിട്ടുണ്ട്. അത് നോ പാഴ്സൽ എന്ന് കാണിക്കുമോ അതോ 19.15? ഓക്കെ, -8.97, 10.18 kg. നോക്കട്ടെ 10.18 kg. ഇതല്ലായിരുന്നു? അയ്യോ, അത് മറന്നുപോയി. 10.18 kg. ഏതെങ്കിലും പറഞ്ഞാൽ 10.18 kg ആയിരിക്കും അല്ലേ സംഭവം. കറക്റ്റാണെങ്കിൽ 10.1 കറക്റ്റ് കേട്ടോ. ലാസ്റ്റൊക്കെ വർക്കിങ് കറക്റ്റാണ്. നമ്മുടെ വെയിറ്റ് വർക്കാകുമ്പോഴത്തേൽ നമ്മൾ കയറി വന്നാൽ അവരെന്ത് കാണിക്കും? നമുക്കെത്ര കിലോ ഉണ്ടോ നോക്കട്ടെ. റീസ്നസ് കഴിഞ്ഞില്ലേ? അല്ല, ഓ നമ്മൾ എയറാണ് വെച്ചാൽ നമ്മൾ ഇതുണ്ട്. നമുക്ക് കാലും കൈയൊന്നും ഇല്ലല്ലോ, നമുക്കൊന്നുമില്ല. വെയിറ്റില്ല. എല്ലാം അടുക്കി വെക്കാം. സാധനം പോരട്ടെ, എന്നിട്ട് നാളെ എങ്ങാനും പണിയെടുക്കാം. ഇതെല്ലാം ഇവിടെ ഇരിക്കട്ടെ. ഞാൻ ഉദ്ദേശിക്കണേ, നമുക്ക് ഹൈറ്റ് കയറിയിട്ട് വെക്കണ്ടേ. ഇതിൻ്റെ ചുവട്ടിൽ അടുക്കി തുടങ്ങാം. ഇവിടെ അത് മേളിൽ കയറില്ല. ഒന്ന് കറക്റ്റ് ഷേപ്പിൽ അടുക്കി വെക്കണം. എന്തിടാ അവൻ അതിനകത്ത് കയറിയിരിക്കാൻ നോക്കണം. ഓ, ഇവിടെ കൊണ്ടുപോയി വെച്ചത് അങ്ങനത്തെ പ്രശ്നം കേട്ടോ. അവർ അതിനകത്തോട്ട് കയറ്റി വെക്കാൻ നോക്കണ്ട്. വേണ്ട, അത് മൂഞ്ചി. 1, 2. ആ വലിപ്പമുള്ള വേറെ ഏതാ ഉള്ളത്? ഇല്ലാണ്. പിന്നെ ആ വലിപ്പം തന്നെയാണ്. വലിപ്പം നോക്കി അടുക്കി കയറ്റായിരുന്നു അല്ലേ. ഇച്ചിരി പൊക്കിയിട്ടില്ല, അല്ല ചിലപ്പോൾ തെറിച്ചു പോകും. ഓ, ഇവിടെ അടുക്കാൻ വെക്കണ്ടെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഉണ്ടാവില്ല. സ്റ്റോറിലോട്ട് പോകണ അടുക്കി വലുതാ ഇങ്ങനെ വെക്കാം. അന്നേരം സ്റ്റോറിൽ കയറിയില്ല. ഓക്കെ, നമ്മൾ അവിടെ വെച്ച എന്തിനാന്ന് വെച്ചാലേ നമുക്ക് ജമ്പ് ചെയ്തിട്ട് അതിന് മണ്ടേ കയറിയിട്ട് അയ്യോടെ എല്ലാം താഴ്പോയി. ഒന്നുകൂടെ ഞാൻ തോറ്റു കൊടുക്കൂല. ഇത് കയറ്റി വെക്കാൻ ഇവിടെ നിന്നിട്ടാൽ കുഴപ്പമില്ല. ഏകദേശം കറക്റ്റാന്ന് വിശ്വസിക്കണം. ഓക്കെ, എത്ര എണ്ണമായി? 3, 2, 5 മണ്ടപ്പോട്ടെ. താഴെപ്പോട പിന്നെ തെറ്റിപ്പോയി. ബാക്കി താഴെപ്പോയാൽ തീർന്ന് എല്ലാം ആദ്യം പോലെ എടുക്കേണ്ടി വരിക. അപ്പോൾ വീഴണില്ല. ഞാൻ ഇടേണ്ടതിൻ്റെ കുഴപ്പമാണെന്ന് തോന്നിട്ടാ അങ്ങനെ മണ്ടക്കാരെ വെറുതെ റിസ്ക് എടുക്കണ്ട. കാരണം ഒരെണ്ണം പോയി കഴിഞ്ഞാൽ എല്ലാം കൂടെ പോകും. തുന്നം പിടിക്കാൻ പറ്റണില്ല വെച്ചാൽ. ഓക്കെ തമ്മിലാക്കാലത്. ആക്രാന്താണ്. സമാധാനത്തിൽ പോട്ടെ. മൊത്തം പറഞ്ഞു പോലെ. തള്ളിപ്പിടി. ഓടോ, മൊത്തം പോയി. ചാവന് എത്ര എണ്ണം അടിക്കായിരുന്നു?
3, 2, 5, 1, 8, 1, 50. ഇതിവനാണ് പറ്റിച്ച് തടീനൊക്കെ ഉണ്ടായിരുന്നു. കുഞ്ഞൊരു വെട്ടി വെച്ചാൽ മതിയായിരുന്നു. അതെല്ലാം കറക്റ്റ് വേണം. ശേഷം അപ്പോൾ ഇനിയിപ്പം കംപ്ലീറ്റ് ആക്കണമെങ്കിൽ എനിക്ക് തോന്നുന്നത് ചൊവ്വാഴ്ച ആണെങ്കിൽ എല്ലാം കയറ്റി വിടായിരിക്കും അല്ലേ. എന്നാലും നമ്മുടെ ബോർഡിനകത്തൊരു ചുവപ്പ് വീണല്ലോ. മോശമായിപ്പോയി. കൺവെയർ സെറ്റ് ചെയ്തിട്ട് വരാൻ വെച്ചാൽ നമുക്കിനി അടുത്ത് ഇതും മേടിക്കണം. സ്കാനർ കൺവെയർ വെയിറ്റ് നോക്കണാനോ. എന്നാൽ പിന്നെ നമുക്ക് വെയിറ്റ് നോക്കണാനുണ്ടെങ്കിൽ പിന്നെ ഇതിൻ്റെ ആവശ്യമില്ല. നേരെ ഇവിടെ നിന്നെങ്ങനെ അതൊന്ന് കയറ്റിയിട്ട് ഇങ്ങനെ കയറ്റി വിടണം, കയറ്റി വിടുന്നു പോകണം. അതാണ് പ്ലാന്. നമുക്കത് നോക്കാമെന്നാ. അപ്പോൾ ഉണ്ടാക്കിയിട്ട് വരാട്ടോ. സബ്മിറ്റ് 5 2000 ഇട്ടാ കൺവെയർ മേടിക്കാം. അതും കൂടെ കാണിച്ചിട്ട് നിർത്താം. മറ്റേത് നോക്കിക്കഴിഞ്ഞാൽ വലിയ വെള്ളിയാണ്. അത് ഫുൾ വേർഷൻ എടുത്തിട്ടേ കാര്യമുള്ളൂ. നമുക്ക് എല്ലാം ആക്കാൻ പറ്റില്ല. കുറേ ലോക്കഡാണ്. അതുകൊണ്ടാണ് നടപടിയില്ല. പിന്നീട് നമുക്ക് വണ്ടിയിൽ നിന്ന് ഇറക്കാനുള്ള സാധനം നമുക്ക് കിട്ടും കേട്ടോ. അത് നോക്കി ഫാസ്റ്റ് ഡെലിവറി, വലിയ പെട്ടിയുടെ എണ്ണം കൂട്ടാം. പിന്നെ കൺവെയർ ഡെലിവറീസ്, ഈ സാധനം കിട്ടും കേട്ടോ. വേറെ ഹൗസ് ഡയറക്റ്റ് ആക്കി കഴിഞ്ഞാൽ ഇത് കിട്ടും. അന്നേരം വണ്ടിയിൽ നിന്ന് ഡയറക്റ്റ് ലോഡ് ഇറങ്ങിക്കോളും. ഫുൾ ഓട്ടോമേഷൻ ആക്കാൻ പറ്റും. ഫുൾ ഓട്ടോമേഷൻ ആക്കണമെങ്കിൽ ഡെമോ വേർഷൻ അല്ലാണ്ട് ഫുൾ വേർഷൻ ആയിട്ടേ അന്നേരം ആക്കുവാണെങ്കിൽ കാര്യമുണ്ട്. അല്ലെങ്കിൽ പകുതിക്ക് വെച്ച് നിർത്തേണ്ടി വരും. ഇപ്പോൾ 2000 നമുക്കിത് മാത്രം മേടിക്കാം. ഓട്ടോമേഷൻ കൺവെയർ സ്ട്രേറ്റ് ഇതൊന്നും ഇരിക്കട്ടെ. അത് വളച്ച് കൊടുക്കണമെങ്കിൽ ഇരിക്കട്ടെ. 1000 രൂപയുടെ സാധനം മേടിക്കാം കേട്ടോ. സെറ്റ് ചെക്കൗട്ട്. പിന്നെ നമുക്ക് ഒന്നിൽ കൂടുതൽ സാധനം എടുക്കാൻ വേണ്ടിയിട്ടേ ഈ പാലറ്റ് എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. അത് ഷോപ്പിൽ നിന്ന് കിട്ടിയതാണ്. അത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു സമയത്ത് 4 എടുക്കാൻ പറ്റും. 4 പറ്റുള്ളൂ കേട്ടോ. 1, 2, 3, 4. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് തിരിച്ചിറക്കാനുള്ള പരിപാടികളുണ്ടായിരുന്നു. നല്ലായിരുന്നു. ഇത്ര പാടുപെണ്ടായിരുന്നല്ലോ. സെറ്റ് ഈ 2 ഉണ്ട്. അത് മതിയില്ലേ? മതി. വേറെ ഓർഡർ ചെയ്യണില്ല. ഇനിയിപ്പോൾ കട തുറന്നേക്കാം. ഓർഡർ ഇവനെ കയറ്റി വിടാം. ഫുള്ള് പോകണം അവിടെ. മറ്റേതാണെങ്കിൽ നമ്മളിങ്ങനെ വരുന്നു, അടിക്കുന്നു, ഡിനയിലടിക്കുന്നു. അവൻ്റെ കാർഗോ ടൈപ്പ് തെറ്റായിരുന്നു കേട്ടോ. അതൊക്കെ അങ്ങനെ വിടണോ? അതേ പോകണം. നമുക്ക് പോകാൻ പറ്റുമോ? നമുക്ക് പോകത്തില്ല കേട്ടോ. നമ്മളെ വിളിച്ചുകൊണ്ട് പോകില്ല. ഭയങ്കര സ്ലോ ആണ് കേട്ടോ. പക്ഷേ ഇത് ഫുള്ളിങ്ങനെ ആക്കാം നമുക്ക്. ലോറിയാന്ന് ഇറക്കി ഇങ്ങനെ കയറ്റി വെയിറ്റ് മെഷീനെ കയറ്റി സീരിയൽ നമ്പർ സ്കാൻ ചെയ്യണം. എല്ലാം കയറ്റി ഫുള്ള് സാധനമുണ്ട്. ഷോപ്പിനകത്ത് നോക്കിയപ്പോൾ എല്ലാ ഐറ്റം ഉണ്ട്. നമുക്കിനി ബാസ്കറ്റ്ബോൾ കളിക്കാം. മുംബൈ വീഴട്ടെ. ഫസ്റ്റ് ട്രൈ ആണ് കേട്ടോ. ഫസ്റ്റ് ട്രൈയിൽ വീഴുന്നു. നമ്മൾ കളി നിർത്തുന്നു. ഓക്കെ. അയ്യോ വണ്ടലേക്ക് ഒരു ഫസ്റ്റ് ട്രൈയും കൂടെ. ജയിച്ചു. അപ്പോൾ മച്ചാമാരെ നമ്മൾ കളി നിർത്തുവാനുണ്ടോ. അപ്പോൾ ഇങ്ങനത്തെ ടൈപ്പ് ഗെയിം ഇഷ്ടമുള്ളവരെല്ലാം സബ് ചെയ്യാൻ മറക്കില്ലേ. ലൈക്ക് ചെയ്യണമെങ്കിൽ കണ്ടിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ബോയ്സ്. നമുക്ക് അടുത്ത പരിപാടി ആയിട്ട് കാണാം. ഓക്കെ, ടേക്ക് ബൈ. ജയിച്ചു.